നിങ്ങൾ എല്ലാ ദിവസവും പല്ല് തേക്കാറുണ്ടോ? തേക്കാറുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹൈ ടെക് രീതിയിൽ പേസ്റ്റ്, ബ്രഷ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഡെവലപ്മെൻറ്റ്സിലാണ്. പക്ഷേ പണ്ട് കാലങ്ങളിൽ നമ്മുടെ മുതുമുത്തശ്ശന്മാരുടെയൊക്കെ കാലത്ത് ഈ പേസ്റ്റും ബ്രഷും ഒന്നും ഇല്ലാതിരുന്ന സമയങ്ങളിൽ നമ്മളൊക്കെ പല്ലേക്ക്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ മാവിലെ അതേപോലെ തന്നെ മുക്കിരിയൊക്കെ ഇട്ട് പല്ല് തേച്ചിട്ടുണ്ട്. സ്കൂളിലൊക്കെ കുഞ്ഞു താരം സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. അതിനുശേഷം നമ്മൾ അതിനൊക്കെ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് മാവുകളും മാവിൻ്റെ തണ്ടും അതേപോലെ മാവില, പിന്നെ കരിങ്ങാലയുടെ തണ്ട്, ഇങ്ങനെയുള്ള ആര്യവേപ്പിൻ്റെ തണ്ട്, ഇങ്ങനെയുള്ള പല തണ്ടുകളും അതിൻ്റെ കമ്പുകളൊക്കെ ചതച്ചും അങ്ങനെയൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ പല്ല് തേച്ചുകൊണ്ടിരുന്നത്. ഒരു കാര്യം എടുത്ത് പറയാനല്ലോ, ആ കാലത്ത് പല്ലിന് അസുഖങ്ങൾ കുറവായിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. കാരണം ഇപ്പോഴാണ് കുട്ടികൾക്ക് പല്ലിന് വേദനകളും പല്ലിന് പ്രശ്നങ്ങളും ഒക്കെ അങ്ങനെ ഒരുപാടുണ്ടാവുന്നത്. അതല്ല നമ്മൾ പറഞ്ഞു വന്ന വിഷയം, അതല്ല. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു മരത്തെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അത് വേറൊന്നുമല്ല, നമ്മൾ അമ്മിമുറിയം അല്ലെ കോട്ടം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു മരമാണ്. മരം എന്ന് പറയാൻ പറ്റില്ല, അതൊരു ചെടിയാണ്, ഒരു വള്ളിച്ചെടിയായിട്ട് കയറുന്നതാണ്. അതിൻ്റെ തണ്ട് ചതച്ചൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മൾ പല്ല് തേക്കാനായിട്ട് നമ്മുടെ കാർന്നോന്മാരൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പല്ല് തേക്കാൻ വേണ്ടി മാത്രമല്ല, ഒരുപാട് ഉപയോഗങ്ങൾ അത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും യുനാനി ചികിത്സകളിലും ഒക്കെ ഒരുപാട് മരുന്നായിട്ടൊക്കെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും, അതിൻ്റെ വേര്, തണ്ട്, ഇല, കായ്, അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഈ മരത്തിൻ്റെ മുഴുവൻ ഉപയോഗങ്ങളെക്കുറിച്ചിട്ടും. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മരത്തെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ കാണാൻ പറ്റും. അപ്പം ഇതിനെക്കുറിച്ച് അറിയാവുന്നവരോ അല്ലെങ്കിൽ ഈ മരം കണ്ടിട്ടുള്ളവരോ അത് ഉപയോഗിച്ചിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക.